ഓപ്പറേഷൻ നുക്കൂറുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറിൻ കറൻസിയും നേപ്പാളിലേക്ക് ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ഒന്നുകിൽ CKD കണ്ടീഷൻ, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടുള്ള രീതിയിലോ, അതായത് പാർട്സ് ആയിട്ട്, അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട്, ആ കണ്ടെയ്നറുകളിലോ അല്ലാതെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു വരാം, പെർമിറ്റ് ഉണ്ടെങ്കിൽ. അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ, അങ്ങനെ 3 തരത്തിലാണ് ഇവര് വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പേരിലാണ്, അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവർ കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ, പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2014 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി 2005 തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അവര് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളത് ഒന്ന്. നമ്മുടെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസികൾ, മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ്, അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല്, സൈന്, ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ള ഒന്നാണ് രണ്ടാമത്തത്. മൂന്നാമത്, ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. കാരണം ഞാൻ ഇപ്പോൾ ഡോക്യുമെന്റ്സ് കാണിക്കുന്നതിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ, മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ മേജർ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. അടുത്തത്, ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നതാണ് അടുത്ത പ്രശ്നം. ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല. ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ 90% വണ്ടികളും നിർബന്ധമായും ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇത് കൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സ്ഥലങ്ങളിലും വൻ GST വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണിതിന്റെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല.
ഇൻഷുറൻസ് ഇല്ല. വണ്ടികൾ ഇന്നും കേരളത്തിൻ്റെ നിരകളിൽ ഓടുന്നുണ്ട്. കേരളത്തിൽ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി 1 മാസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുള്ള നിയമം ഇരിക്കെ 6-8 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ, അഡ്രസ്സ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിൻ്റെ നിരങ്ങളിലൂടെ ഇപ്പോഴും ചീറിപ്പായുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ്. കാരണം ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ തപ്പിപ്പോവുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും, GST ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, എൻഫോഴ്സ്മെൻറ്റ് ആംഗിൾ ആവട്ടെ, കാരണം മണി ലോണ്ടറിങ് പല ട്രാൻസാക്ഷൻസിലും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും റോഡ് സേഫ്റ്റി സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങൾക്ക് കണ്ടെത്താനായി എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെയൊരു സമ്മേളനമോ കൂട്ടായ്മയോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമ്മൾ അണർത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ വി ആർ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. അല്ല, കേരളത്തിൽ തന്നെ 150-നും 200-നും ഇടയ്ക്ക് വണ്ടികളുണ്ട്. കേരളത്തിൽ തന്നെ. മറ്റേ സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം. അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വന്റ് ആയിട്ടൊരു ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഏകദേശം ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മളെ പിടിച്ച നമ്മുടെ ഒരു സംഘത്തെ, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക. ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ്. പലരും അറിയാതെ ആയിരിക്കാം, മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വാങ്ങിയിട്ടുള്ള വണ്ടികളെല്ലാം. നമ്മൾ അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയെന്നുള്ളത് ശരിയാണ്. അവരുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അവരുടെ വണ്ടികൾ 1-2 എണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണണം, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജിൻ്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി. അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്, അദ്ദേഹത്തിൻ്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 3 നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ടോട്ടൽ 36 വണ്ടികൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, അടിമാലി, കൊച്ചി, തൃശ്ശൂർ, മലപ്പുറം, കുറ്റിപ്പുറം, കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടുന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ. ദുൽഖറിൻ്റെ 2 വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്പർ ഞാൻ ഓർക്കുന്നില്ല. എന്തോ ഒന്നൊരു ഡിഫൻഡറാണ്, ഒന്ന് പ്രാഡോ ആണല്ലേ, ക്രൂയിസറാണോ, ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തില്ലല്ലോ. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്, നമുക്ക് എത്രയും വണ്ടികളെ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ നോക്കുമായിരുന്നു. എന്തോ
സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാവുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും. ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, പരിവാഹൻ വെബ്സൈറ്റിൽ പല തിരിമറികളും പരിവാഹൻ വെബ്സൈറ്റിൽ പല ഡീറ്റെയിൽസും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ആവാം, എംബസികളുടെ ആവാം, അതുപോലെ ഏതെങ്കിലും വണ്ടികളുടെ ആണ് എന്ന് പറഞ്ഞ് ആയിരിക്കാം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് ഓരോരുത്തരുടെ നമ്മൾ എടുക്കുന്നില്ലല്ലോ. ഇന്നിപ്പം MVD, നമ്മുടെ കേരളത്തിലെ MVD നമ്മളെ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ്. അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന്. കാരണം അവരും ATSഉം സ്റ്റേറ്റ് പോലീസും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചില RTOസിൽ ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം പോയി രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നോട്ടീസിൽ പെട്ടിട്ടുണ്ട്. നമ്മളല്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പരിവാഹൻ വെബ്സൈറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ, അല്ലെങ്കിൽ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏജൻസീസ്, ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ആണെങ്കിൽ ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെൻറ്റിൻ്റെ ആണെങ്കിൽ അവർ, GSTയുടെ ആണെങ്കിൽ GST വകുപ്പ്, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെൻ്റലായിട്ട് ഉള്ള ഒരു ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി നമുക്ക് വെളിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യകാലത്ത് എന്ന് വെച്ചാൽ ഇന്നോ ആയിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. എന്തോ ഉടമകളൊക്കെ നേരിട്ട് ഹാജരാവേണ്ടി വരും. നേരിട്ട് ഹാജരാവേണ്ടി വരുന്നത് മാത്രമല്ല, അവർ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളെ കാണിക്കേണ്ടിയും വരും. എന്നാലല്ലേ നമുക്ക് ഫർദറായിട്ട് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ. രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഈ പറയുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് ഉള്ള രേഖകൾ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളക്കടത്ത് നടത്തിയ ഒരു സാധനം എന്നുള്ള നിലയിൽ തന്നെ അതിനെ പിടിച്ചെടുക്കേണ്ടി വരും. അവരുടെ റോൾ എന്താണ് എന്നുള്ളതനുസരിച്ചായിരിക്കും അവർക്കെതിരെയുള്ള കേസ്. ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ, അമിത് ചക്കാലക്കൽ ഇവിടെ വന്നിട്ട് ഇപ്പം ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. അദ്ദേഹം സമൻസ് കൊടുത്ത് വന്നു, അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും. ഇന്ന് വേണമെന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട്, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോട്ടീസ് കൊടുക്കുകയും അതിനനുസരിച്ച് അവരോട് വരാൻ പറയുകയും ചെയ്യാം. കാരണം നമുക്ക് ഈ 150 വണ്ടികളുള്ളപ്പം നമുക്ക് ഫേസ് ബൈ ഫേസ് ആയിട്ടല്ലേ നമ്മളെല്ലാവരും വിളിക്കാൻ പറ്റുള്ളൂ. അത് കസ്റ്റംസ് നിയമം അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ്സിനനുസരിച്ച് മാത്രമേ കൃത്യമായ ഒരു അറസ്റ്റ് ഉണ്ടാകില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം, കാരണം നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല. നമ്മൾ ഇന്ന് വണ്ടികളെല്ലാം പിടിച്ചു, വണ്ടികളുടെ കൊണ്ടുവന്നു, വണ്ടികൾ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വണ്ടികളുടെ ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വണ്ടികളുടെ ഉടമസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ വണ്ടികളുടെ ഉടമസ്ഥന്മാർ യഥാർത്ഥത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ, കൃത്യമായ രേഖകളോടെ വാങ്ങിച്ചതാണെങ്കിൽ, അവർക്ക് അറിയാതെ പറ്റിയതാണെന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അല്ല എങ്കിൽ അവർക്കതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. എന്തായാലും വണ്ടി കൃത്യമായ രേഖകളില്ലെങ്കിൽ ഭൂട്ടാൻ വഴിയോ ഇല്ലീഗലായോ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ തീർച്ചയായും അത് പിടിച്ചെടുക്കേണ്ടി തന്നെ വരും. ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല. കാരണം സെക്കൻഡ് ഹാൻഡ് കാർസ് ഇന്ത്യയിലേക്ക് വരാൻ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്കിവിടെ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. അത് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം, കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം. ഷോക്കോസ് കൊടുത്ത് അഡ്ജുഡിക്കേറ്റ് തന്നെ വേണം. ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ളതല്ല, കോയമ്പത്തൂർ ബേസ്ഡ് ആണ്. കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഘമാണ്. അവർ
പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായിരിക്കാം. അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, പല കേസുകളും നമ്മൾ ജൽപായ്ഗോൺ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും മയക്കുമരുന്നും ഒക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 150 വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്.